ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൺസ്. സോ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ S3ECയുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള അനലോഗ് സർക്യൂട്ട്സിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള DC ലോഡ് ലൈൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. BJT നമുക്ക് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ക്യൂ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ലോഡ് ലൈൻ ആണ് DC ലോഡ് ലൈൻ. ഓക്കെ, സോ എന്താണ് DC ലോഡ് ലൈൻ, എങ്ങനെയാണ് DC ലോഡ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നത്, ക്യൂ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ഈ ലോഡ് ലൈനിൽ മാർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ DC ലോഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അത് നമ്മൾ വരയ്ക്കുന്നത് നമ്മുടെ BJTയുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണ്. സോ BJTയുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് DC ലോഡ് ലൈൻ. അപ്പൊ അത് ഏതൊക്കെ തമ്മിലുള്ള കോമ്പിനേഷൻ വാല്യൂസ് ആണ് അതിലുണ്ടാവുക? VCEയും അതുപോലെ തന്നെ ICയുടെ കോമ്പിനേഷൻ വാല്യൂസ് ആണ് നമ്മൾ ഈ ഒരു DC ലോഡ് ലൈനിൽ കാണിക്കുന്നത്. സോ ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കളക്ടർ വോൾട്ടേജ് VCE ആൻഡ് കളക്ടർ കറന്റ് IC ഫോർ എ ഗിവൺ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. അപ്പൊ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ട്. ഒരു എൻഡ് പോയിന്റ് X ആക്സിലും മറ്റേ എൻഡ് പോയിന്റ് നമ്മൾ Y ആക്സിലും ആണ് ഫിക്സ് ചെയ്യുക. സോ അത് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ്. സോ സ്ട്രൈറ്റ് ലൈൻ റെപ്രസെന്റിങ് ഓൾ പോസിബിൾ combinations of IC and VCE that can occur in the circuit. അപ്പൊ ഇത് എങ്ങനെ വെച്ചാൽ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് ലൂപ്പില് നമ്മുടെ ബയാസിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ കിട്ടും, VCയുടെ എക്സ്പ്രഷൻ കിട്ടും. ആ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുക? ഈ ഒരു DC ലോഡ് ലൈൻ വരയ്ക്കുക. സോ അതിനു വേണ്ടി നമ്മൾ ഏതാ യൂസ് ചെയ്യുക? KVL ആണ് യൂസ് ചെയ്യുക. ഇനി ഈ ഒരു DC ലോഡ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിലാണ് പിന്നീട് നമ്മൾ ഏത് ഫിക്സ് ചെയ്യുക? നമ്മൾ ഈ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്ത് നമ്മൾ വെക്കുന്ന പോയിന്റ്, ക്യൂ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യുക ആ ഒരു ലോഡ് ലൈനിലായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ DC ലോഡ് ലൈൻ വരയ്ക്കുക എന്നുള്ളത് ആദ്യം നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഒരു BJTയുടെ ഒരു സിമ്പിൾ ബയാസിംഗ് സർക്യൂട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു NPN ട്രാൻസിസ്റ്റർ ഇവിടെ കാണാൻ പറ്റും. സോ ഈ ഒരു DC ലോഡ് ലൈൻ വരയ്ക്കുക എന്ന് പറയുമ്പോൾ DC അനാലിസിസ് ആണ്. DC അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആംപ്ലിഫയർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും സിഗ്നൽ എടുക്കേണ്ട ആവശ്യമില്ല. നോ സിഗ്നൽ എന്നാണ്. നോ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. DC അനാലിസിസ് ആണ്. പക്ക DC കണ്ടീഷൻസ് മാത്രം നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ബയാസിംഗ് സർക്യൂട്ട്. സോ ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്. സോ ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്, എമിറ്റർ ഉണ്ട്. ദെൻ ബേസിൽ വരുന്ന RB എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാം, RB. ദെൻ ബേസിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? VBB ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ, NPN ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് സൈഡിൽ കളക്ടറിൽ RC എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ VCC എന്ന് പറയുന്ന പവർ സപ്ലൈ ഉണ്ട്. Okay, then input side is forward biased. So P is connected to positive, N is connected to negative. Then output side നോക്കുകയാണെങ്കിൽ output side is reverse biased. Output side is reverse biased ആണ്. So ഇത് ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യുക. ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുന്ന മോഡ് ഓഫ് ഓപ്പറേഷൻ ഏതാണ്? ആക്റ്റീവ് മോഡാണ് വരുന്നത്. BJTയുടെ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് സൈഡിലാണ് എന്ത് അപ്ലൈ ചെയ്യേണ്ടത്? KVL അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇതിന്റെ ഔട്ട്പുട്ട് ലൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് ലൂപ്പ്. ഔട്ട്പുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുക. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ടേംസ് ഏതൊക്കെയാണ്? VCC എന്നുള്ള പവർ സപ്ലൈ ഉണ്ട്, RCക്ക് അക്രോസ് ഉള്ള ഡ്രോപ്പ്. RC കളക്ടറിലാണ്. സോ കളക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IC ആണ്. സോ IC RC എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് അവിടെ ഉണ്ടാവും. ദെൻ കളക്ടറിനും എമിറ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VCE. കളക്ടറിനും എമിറ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VCE. സോ ഔട്ട്പുട്ട് ലൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് -VCC പ്ലസ് ICRC പ്ലസ് ICRC പ്ലസ് VCE ഈക്വൽ ടു 0 പ്ലസ് VCE ഈക്വൽ ടു 0. -VCC പ്ലസ് ICRC പ്ലസ് VCE ഈക്വൽ ടു 0. അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് കിട്ടും? VCEക്കുള്ള എക്സ്പ്രഷൻ കിട്ടും. സോ VCയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് VCE ഈക്വൽ ടു എന്താണ്? VCC മൈനസ് ICRC. VCE ഈക്വൽ ടു എന്താണ്? VCC മൈനസ് ICRC. ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇതിന്ന് കിട്ടും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? ഈ ഒരു DC ലോഡ് ലൈൻ നമുക്ക് വരയ്ക്കാം.
സോ നമ്മളിത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണ് വരയ്ക്കുക എന്ന് പറഞ്ഞു. സോ ട്രാൻസിസ്റ്ററിന്റെ കേസിലുള്ള ഔട്ട്പുട്ട് ക്യാര ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുമ്പോൾ എക്സ് ആക്സിൽ VCE, y ആക്സിൽ IC for different values of IB, that is IB1, IB2, IB3, IB4, അങ്ങനെ IBക്ക് ഡിഫറെന്റ് വാല്യൂസ് വരുന്ന സമയത്തുള്ള ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് ക്യാര. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് ക്യാര വരുന്നത്. അപ്പൊ ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണ് നമുക്ക് എന്ത് വരയ്ക്കേണ്ടത്? ലോഡ് ലൈൻ വരയ്ക്കേണ്ടത്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണ് നമുക്ക് ലോഡ് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ലോഡ് ലൈൻ വരയ്ക്കുക എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് എൻഡ് പോയിന്റ് വേണം. അപ്പോൾ ഒരു എൻഡ് പോയിന്റ് എക്സ് ആക്സിലും ഒരു എൻഡ് പോയിന്റ് വൈ ആക്സിലും ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പൊ നമുക്ക് എക്സ് ആക്സിസിലുള്ള ഒരു എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാം. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ഗ്രാഫിൽ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഐസിയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷനിൽ നിങ്ങൾ IC 0 കൊടുത്തേ, IC 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? VCE ഈക്വൽ ടു VCC എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്? VCE ഈക്വൽ ടു VCC. അപ്പൊ ഒരു എൻഡ് പോയിന്റ് കിട്ടിയില്ലേ? എവിടെ? എക്സ് ആക്സിൽ. ഇപ്പൊ എക്സ് ആക്സിൽ ഒരു എൻഡ് പോയിന്റ് കിട്ടി. ആ എൻഡ് പോയിന്റ് എന്താണ്? VCE ഈക്വൽ ടു VCC. ഇനി രണ്ടാമത്തെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കണം. എവിടെ കണ്ടുപിടിക്കണം? y ആക്സിസിൽ കണ്ടുപിടിക്കണം. അപ്പൊ y ആക്സിസിന്റെ പ്രത്യേകത എന്താ? y ആക്സിസിന്റെ പ്രത്യേകത അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? VCE ആണ്. സോ VCയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ VCയുടെ വാല്യൂ 0 ആണ്. അപ്പൊ VCയുടെ വാല്യൂ 0 എന്നുള്ളത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തേ. VCയുടെ വാല്യൂ 0 എന്നുള്ളത് ഈ ഇക്വേഷനിൽ നിങ്ങൾ ഇട്ട് കൊടുത്തേ. 0 ഈക്വൽ ടു VCC മൈനസ് ICRC. അപ്പൊ അതിന്ന് IC എന്ത് കിട്ടും? VCC ബൈ RC എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? IC is equal to VCC by RC എന്ന് കിട്ടും. IC is equal to VCC by RC. അപ്പൊ ഇത് എവിടുത്തെ പോയിന്റാ? y ആക്സിലെ പോയിന്റ്. അപ്പൊ y ആക്സിലുള്ള ഒരു പോയിന്റ് കിട്ടി. IC is equal to VCC by RC. IC is equal to VCC by RC. അപ്പൊ y ആക്സിലുള്ള പോയിന്റ് കിട്ടി. ഇനി ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് എൻഡ് പോയിന്റ് ആയി. രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്താൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമെന്ന് അറിയാം. നമ്മൾ ജോയിൻ ചെയ്തു, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഈ സ്ട്രെയിറ്റ് ലൈനിനെ പറയുന്ന പേരാണ് എന്ത്? DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. സോ ദിസ് സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൾഡ് DC ലോഡ് ലൈൻ. ഇതിനെയാണ് DC ലോഡ് ലൈൻ എന്ന് പറയാം. അപ്പൊ ഈ DC ലോഡ് ലൈൻ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിന് ഒരുപാട് പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് റീജിയൻ ഈസ് ദ സാച്ചുറേഷൻ റീജിയൻ, ദിസ് റീജിയൻ ഈസ് ദ കട്ട് ഓഫ് റീജിയൻ. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് വരുന്ന ഈ റീജിയനെ പറയുന്ന പേരാണ് ആക്റ്റീവ് റീജിയൻ. അപ്പൊ നമുക്ക് ഇതൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യണം ഇൻ ദ മിഡിൽ ഓഫ് ദി ആക്റ്റീവ് റീജിയൻ. അപ്പൊ ആക്റ്റീവ് റീജിയന്റെ മിഡിലായിട്ട് ഏകദേശം ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഏത് ഫിക്സ് ചെയ്യുക? ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക. അപ്പൊ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് എക്സ് ആക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. VCയുടെ വാല്യൂ കിട്ടും. y ആക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? ICയുടെ വാല്യൂ കിട്ടും. അപ്പൊ എക്സ് ആക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ VCE, y ആക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ IC. സോ ഓർഡേർഡ് പെയർ VCE, IC ആണ് നമ്മുടെ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നു. ഓക്കെ, സോ നമ്മൾ ഈ ഫിക്സ് ചെയ്യുന്ന ക്യൂ പോയിന്റ് പിന്നീട് ചേഞ്ച് ആവാൻ പാടില്ല. ക്യൂ പോയിന്റ് ഫിക്സ്ഡ് ആയിരിക്കണം. സോ അങ്ങനെ ഫിക്സ്ഡ് ക്യൂ പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ ബയാസിങ് സർക്യൂട്ട്സ് യൂസ് ചെയ്യും. സോ സ്റ്റെബിലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യൂ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആക്റ്റീവ് റീജിയന്റെ മിഡിലിൽ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പാടൂ? ഇൻപുട്ട് അപ്ലൈ ചെയ്യാൻ പാടൂ. അല്ലാതെ നിങ്ങൾ ക്യൂ പോയിന്റ് പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്യാതെ ഇൻപുട്ട് അപ്ലൈ ചെയ്താൽ ഔട്ട്പുട്ടിൽ എത്തുമ്പോൾ എന്തുണ്ടാവും? ഡിസ്റ്റോർഷൻ ഉണ്ടാവും. സോ ആംപ്ലിഫയർ പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ തരില്ല. ഡിസ്റ്റോർഷൻ ഉള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ബയാസിങ് പ്രോപ്പർ ആയിട്ട് ചെയ്യണം. ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യണം. ലോഡ് ലൈനിൽ വേണം ഫിക്സ് ചെയ്യാൻ. ആക്റ്റീവ് റീജിയന്റെ മിഡിലിൽ വേണം ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ലോഡ് ലൈൻ വരയ്ക്കുക, ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിൾ കൺസെപ്റ്റ്, അതായത് DC ലോഡ് ലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലത്തെ സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്